ചോദിച്ചത്, ഈ പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആ വചനം ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഇതാ സാർ ചോദിച്ച ചോദ്യം. അപ്പൊ സാറിന്റെ തന്നെ സംശയം ഇതാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സഭ അനേക മധ്യസ്ഥന്മാരെ വെച്ചിരിക്കുന്നതും യേശുക്രിസ്തുവിനെ വിട്ട് അന്യമായിട്ടിരിക്കുന്ന അനേക രൂപങ്ങളെ ആരാധിക്കുന്നതിന്റെ കാരണം എന്താണ്? അതാണ് നമ്മൾ ആദ്യം പാട്ട് പാടിയത്. എന്താണ് പാടിയത്? പൗലോസ്ലീഹ ധന്യൻ ചൊൽ കേട്ട ഈ ദേവം, ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ, വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ നരകയോഗ്യൻ, ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഏകൻ. പിന്നെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മധ്യസ്ഥനും ഏകൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായിട്ട് തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അപ്പോൾ ഇവിടെ ഒരു വാക്ക് പറയണ്ടോ, മനുഷ്യനായ. വേറെങ്ങും അങ്ങനെ ഒരു കാര്യം പറയുന്നതല്ല. മനുഷ്യനായ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലിരുന്ന ദൈവപുത്രൻ തന്നെത്താൻ താഴ്ത്തി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ക്രൂശിൽ മരിക്കുമ്പോൾ താൻ പൂർണ്ണനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് വേറൊരു ഉപദേശ വിഷയമാണ്, അത് ഞാൻ ഇപ്പം പറയുന്നില്ല. എന്നാൽ ഈ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഈ സത്യം പറഞ്ഞാൽ ഈ സത്യത്തെ ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളുടെ അച്ഛനും അറിയത്തില്ല, തിരുമേനിക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ, കാരണം എവിടെ പോയിട്ട് അവർക്കൊരു തൃപ്തി വരുന്നില്ല. അതിനെ മരിച്ചവരുടെ കല്ലറയിൽ പോയി തൊഴുന്നു. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, ഈ പാട്ട് നിങ്ങൾ പാടുന്നു, ലജ്ജ കൂടാതെ പാടുന്നു, നീ ഞങ്ങളോട് അറിയിച്ച ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട് മറ്റെന്ത് അംഗീകരിച്ചാലും ഞങ്ങൾ നരകത്തിലേ പോകത്തുള്ളൂ. അപ്പൊ എന്താണ്? ഈ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവേ ഉള്ളൂ എന്നുള്ള പൗലോസ്ലീഹയുടെ വചനം നമ്മുടെ കൺമുമ്പിൽ തെളിവായിട്ട് ഇരുന്നിട്ടും വേറെ അനേക മധ്യസ്ഥന്മാരെ വെക്കുകയും അനേക രൂപങ്ങളെ പോയി തൊഴുകയും ഒക്കെ ചെയ്തിട്ട് ഈ പാട്ട് പാടുമ്പോൾ ആരാ ശപിക്കപ്പെട്ടത്? നിങ്ങൾ തന്നെയല്ലേ? നിങ്ങളുടെ പുരോഹിതന്മാർ തന്നെയല്ലേ സാറേ? ഒന്ന് ചിന്തിച്ച്